സംസ്ഥാനത്തിന് ഏറ്റവും അർഹമായി ലഭിക്കേണ്ട കാര്യങ്ങൾ കിട്ടണം. പ്രത്യേകിച്ച് ഈ ഫെഡറലിസത്തിൽ ഫിസ്ക്കൽ ഫെഡറലിസത്തെയാണ്, സാമ്പത്തിക കാര്യങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അങ്ങനെ നമ്മൾ സമ്മതം അറിയിച്ചു. ഉച്ചയ്ക്ക് ചേർന്ന സമയത്ത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയും സമ്മതം അറിയിച്ചു. അപ്പോൾ അവിടുന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞു എപ്പോഴായാലും തയ്യാറാണ്. പ്രത്യേകിച്ച് ബഡ്ജറ്റ് സമ്മേളനം നടക്കുന്ന സമയമാണ്. ഇന്നലെ ബഡ്ജറ്റിൻ്റെ ചർച്ച, ഇന്ന് ബഡ്ജറ്റ് സംബന്ധിച്ചുള്ള ബില്ലുകളുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിൽ പോലും ഇന്ന് അവരോട് സംസാരിച്ച് 15-ാം തീയതി വൈകിട്ട് 4:30 എന്നാണ് യോഗം തീരുമാനിച്ചത്. ആ യോഗത്തിന് പങ്കെടുത്തിട്ട് വന്നതാണ്. ഇപ്പോൾ ആ യോഗത്തിൽ നമ്മൾ വിചാരിച്ചതിൻ്റെ അത്രയും ഒരു മെച്ചമോ ബ്രേക്ക് ത്രൂവോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. സംബന്ധിച്ച് ചില കണക്കുകൾ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ കൊടുത്ത മെമ്മോറാണ്ടവും അവർ നേരത്തെ നമുക്ക് അനുവദിച്ചതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചില സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് തർക്കങ്ങളും കണക്കുകളും ഉണ്ട്. അത് വീണ്ടും നാളെ സെക്രട്ടറി തലത്തിൽ അവർ നോക്കും, പരിശോധിക്കും. പക്ഷേ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും നമ്മൾ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ലഭിക്കുന്ന പല കാര്യങ്ങളും ആ കേസ് ഒരു തടസ്സമാണ്. കേസ് നിൽക്കുമ്പോൾ എങ്ങനെ ചർച്ച ചെയ്യും എന്ന നിലയിലാണ് ഉള്ള ഒരു സമീപനം എടുത്തിരിക്കുകയാണ്. അത് സംബന്ധിച്ച് നമുക്ക് സാധാരണഗതിയിൽ അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. കാരണം എല്ലാ കാര്യവും സറണ്ടർ ചെയ്തിട്ട് പ്രശ്നം തീർക്കാൻ പറ്റുന്നതല്ല. എന്തായാലും അക്കാര്യം വീണ്ടും അവർ പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോന്നിരിക്കുന്നത്. ഈ കേസൊന്നുമില്ല, എല്ലാ കാര്യവും ഇല്ലാതെ തന്നെ ആണെങ്കിൽ കാര്യങ്ങൾ തുറന്ന് പരിശോധിക്കാമെന്ന് പറയുന്നൊരു സമീപനം സാധാരണഗതിയിൽ വരാൻ പാടില്ലാത്തതാണ്. ഏതായാലും ഉദ്യോഗസ്ഥ തലത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം വന്നു. നമ്മുടെ മെമ്മോറാണ്ടം ഏറ്റവും ഷോർട്ടായി ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ സുപ്രീം കോടതി പറഞ്ഞനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ അവിടെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞിട്ടാണ് പോന്നിരിക്കുന്നത്. നാളെ സെക്രട്ടറിമാർ എന്ന നിലയിൽ ചില കാര്യങ്ങൾ നോക്കും. ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പോളിസിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ, അവരുടെ ഈ കേസ് സംബന്ധിച്ചുള്ള തീരുമാനത്തിൽ എന്തെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് മാറ്റം വരുന്നോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടേണ്ടതും അർഹമായതുമായ കാര്യങ്ങൾ കൂടി ഇതിൻ്റെ പേരിൽ തടസ്സപ്പെടുന്നൊരവസ്ഥ വരരുതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കേസ് കൊടുത്തതിനോടുള്ള ഒരു സമീപനം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടൊരു ചർച്ചയാണ് നടന്നത്. എന്തായാലും ഉദ്യോഗസ്ഥ തലത്തിലാണ് ഇന്ന് ഉണ്ടായിരുന്നത്. ഗവൺമെൻറ് സെക്രട്ടറി, അതുപോലെ സോളിസിറ്റർ ജനറൽ, അഡീഷണൽ സോളിസിറ്റർ ജനറലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. വീണ്ടും അവർ മന്ത്രിതലത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിശോധിക്കുമെന്ന് വിചാരിക്കാം. എന്തായാലും കേരളത്തിലെ ജനങ്ങളുടെ പൊതുവായ കാര്യങ്ങൾ ഉന്നയിക്കുന്നതിന് പോസിറ്റീവായൊരു കാര്യം ഇന്ന് വന്നിട്ടില്ല എന്ന് പറയുന്നതാണ്. തുറന്ന് ആ കാര്യം അതാണ് ഇപ്പോൾ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വരേണ്ടതാണ്. സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഇത് സംബന്ധിച്ച് 13-ാം തീയതി അറിയിക്കണം, ബാക്കി കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ നടപടിക്രമം നോക്കാമെന്നാണ്. ഇതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ അവസ്ഥ. യോഗം കുറേയേറെ നീണ്ടു നിന്നിരുന്നു. 4:30 മണിക്ക് തുടങ്ങിയ യോഗം ഇപ്പോൾ വരെയും തുടരുകയായിരുന്നു. ഇതിനിടയ്ക്ക് അവരുടേതായ ഡിസ്കഷൻ നടത്തി. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ കുറേ പ്രതീക്ഷ പോലെ വിജയം ഉണ്ടായില്ല എന്നാണല്ലോ പറഞ്ഞത്. പ്രതീക്ഷ പോലെ വിജയം ഉണ്ടായില്ല, അതിനകത്തൊരു പോസിറ്റീവായ സമീപനം ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല. കേസ് കൊടുത്തതൊരു തടസ്സം എന്ന നിലയിൽ പറയുമ്പം അങ്ങനെ പല കാര്യങ്ങളുണ്ടാവുമല്ലോ. കേസും ഇതും എല്ലാം കൂടി എന്നുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പിൻവലിച്ചിട്ട് വരൂ എന്നുള്ള വാക്കൊന്നും അങ്ങനല്ലല്ലോ പറയുക. കേസും ഇതിൻ്റെ എന്തായാലും ഇത് നമ്മളിതൊരു പ്രശ്നം സംസ്ഥാനവും യൂണിയൻ ഗവൺമെൻറ്റും തമ്മിലുള്ള കാര്യത്തിനകത്ത് നല്ലതുപോലെ ചർച്ച ചെയ്ത് റിസോൾവ് ചെയ്യുന്ന തരത്തിലേക്ക് പോസിറ്റീവായൊരു ആറ്റിറ്റ്യൂഡ് വന്നിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ സുപ്രീം കോടതിയിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് അടുത്ത ദിവസങ്ങളിൽ. അതനുസരിച്ച് വരും. എന്തായാലും ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അവരും റിപ്പോർട്ട് ചെയ്യുമല്ലോ. ഞങ്ങൾ ഇക്കാര്യത്തിനകത്ത് ഇനി ചില കാൽക്കുലേഷൻ ഉണ്ട്, അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ ആ കാൽക്കുലേഷൻ സംബന്ധിച്ച് അടുത്ത ദിവസം നോക്കുന്നുണ്ട്. ഇതാണ് പൊതുവിലുള്ളത്. അല്ലാതെ ഇൻ്റർവ്യൂ അവിടെ കൊടുത്തിരുന്നതാണല്ലോ. അത് നമ്മുടെ ഈ ഒറിജിനൽ സ്യൂട്ടിൻ്റെ കൂടെ ഇൻ്റർവ്യൂ റിലീഫ് എന്നാലേ കൊടുത്തതുകൊണ്ട് ഇവിടെ ഏറ്റവും അടിയന്തരമായി കേന്ദ്ര ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ ഞങ്ങൾ അവിടെ ഒരു പ്രത്യേക മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഡിസ്കഷന് ഏറ്റവും ഫീസിബിളായി പറ്റുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൊടുത്തിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് ഇപ്പോഴത്തെ സ്ഥിതിയിൽ അനുകൂലമായൊരു തീരുമാനം വന്നിട്ടില്ല. സംസ്ഥാനം ഏറ്റവും ന്യായമായി കിട്ടേണ്ട കാര്യങ്ങളാണ്. അതിപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും അവരിനി ആലോചിക്കുമെന്നറിയില്ല. ഇന്ന് തീരുമാനം അനുകൂലമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് പറയാം.